നമസ്കാരം സുഹൃത്തുക്കളെ, ചത്ത പച്ച എന്ന സൂപ്പർ ഹിറ്റ് മലയാള സിനിമയുടെ മൂവി എക്സ്പ്ലനേഷനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണ് എങ്കിൽ ഒരു ലൈക്ക് തരാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. സിനിമയുടെ തുടക്കത്തിൽ സാവിയോ, വെട്രി, തോമസ് എന്ന 3 പയ്യന്മാരെ കാണിക്കുന്നുണ്ട്. ഇവർ 3 പേരും റെസ്ലിംഗിന്റെ ഡൈ ഹാർട്ട് ഫാനാണ്. ഈ 3 പേർക്കും റെസ്ലിംഗിനോട് ഇത്ര താല്പര്യം കൂടാൻ കാരണം വേറെ ആരുമായിരുന്നില്ല, വാൾട്ടർ ആയിരുന്നു കാരണം. ഇനി ഈ വാൾട്ടർ ആരാണെന്ന് നോക്കാം. കൊച്ചിയിൽ ഗാട്ടാ ഗുസ്തി കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന കാലം ഗുസ്തിയിൽ പ്രാഗൽഭ്യമുള്ള വാൾട്ടറിന് ഗുസ്തിയോടുള്ള താല്പര്യം കുറയുകയും പെണ്ണും പിടക്കോഴിയും ഇല്ലാത്ത വാൾട്ടർ യാത്ര ആരംഭിക്കുകയും ചെയ്യുന്നു. യാത്ര ചെന്ന് നിന്നതോ ബോംബെയിലാണ്. അവിടെ വെച്ച് വാൾട്ടറിന് സർക്കസിനോട് കമ്പം തോന്നുകയും സർക്കസ് കമ്പനിയിൽ അംഗമാവുകയും ചെയ്യുന്നു. കുറച്ചു കാലം സർക്കസ് മുന്നോട്ട് പോയി. പക്ഷേ ഒരു തീപിടുത്തത്തിൽ സർക്കസ് കമ്പനി എല്ലാം കത്തിപ്പോകുന്നു. വാൾട്ടറിന് അവിടെ ഉണ്ടായിരുന്ന 2 കുട്ടികളെ മാത്രമാണ് രക്ഷപ്പെടുത്താൻ പറ്റിയത്. ആ കുട്ടികളായിരുന്നു സാവിയോയും വെട്രിയും. ഈ സമയം കൊച്ചിയിൽ ഗാട്ടാ ഗുസ്തിയിൽ ആരെക്കൊണ്ടും തോൽപ്പിക്കാൻ പറ്റാത്ത ഒരു ഗുസ്തിക്കാരനുണ്ടായിരുന്നു. പേര് മാണി. നടക്കുന്ന ഗുസ്തി മത്സരങ്ങളിലെല്ലാം സ്ഥിരം ഒരാൾ തന്നെ വിജയിക്കുന്നത് കണ്ട് കാണികൾ വരെ മടുത്തു തുടങ്ങി. മാണിയുടെ തോൽവി കാണാൻ കാണികൾ ആഗ്രഹിച്ചു. ഈ സമയത്താണ് മാണിയെ നേരിടാൻ താൻ സർക്കസ് കമ്പനിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ 2 പയ്യന്മാരോടൊപ്പം വാൾട്ടർ എത്തുന്നത്. മാണിയെ നേരിടാമെന്ന വാൾട്ടർ ഇട്ടിരുന്ന വർണ്ണ ട്രൗസർ കണ്ട് കാണികളെല്ലാവരും ചിരിച്ചു. പക്ഷേ പല നാടുകളിലും പോയി ഗുസ്തി കളിച്ച് പരിചയമുള്ള വാൾട്ടറിന്റെ ഒരൊറ്റ മൂവ്മെന്റിൽ തന്നെ മാണി നിലം പരിശാകുന്നു. വാൾട്ടറിൽ നിന്ന് മാണിക്ക് കിട്ടിയ ഈ പരാജയം മാണിയിൽ വല്ലാതെ നാണക്കേടുണ്ടാക്കുന്നു. ഈ മത്സരം കണ്ടാണ് തോമസും വെട്രിയും സാവിയോയും വാൾട്ടറിനെ റോൾ മോഡൽ പോലും ആക്കുന്നത്. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വെട്രിയെയും സാവിയെയും തോമസിന്റെ രക്ഷിതാക്കളെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് വാൾട്ടർ കൊച്ചിയിൽ നിന്നും യാത്ര തുടരുന്നു. അതിനുശേഷം വാൾട്ടറിനെ ആരും കണ്ടിട്ടില്ല. ഇങ്ങനെയാണ് തോമസും വെട്രിയും സാവിയെയും സുഹൃത്ത് ബന്ധങ്ങൾക്കപ്പുറം സഹോദരങ്ങളെ പോലെയുള്ള വലിയൊരു റിലേഷൻഷിപ്പിൽ ആയിത്തീരുന്നതും. അങ്ങനെയിരിക്കെ ഈ 3 പേരും അവരുടെ സുഹൃത്തുക്കളും തൊട്ടടുത്ത തിയേറ്ററിൽ സിനിമ കാണാനെത്തുന്നുണ്ട്. ഇതേ സിനിമ കാണാൻ ഗുസ്തിക്കാരനായ മാണിയുടെ മകൻ ചെറിയാൻ കാറിൽ ഡ്രൈവറോടൊപ്പം എത്തുന്നുണ്ട്. ഈ ചെറിയാൻ സാവിയെയും വെട്രിയെയും തോമസിനെയും തന്റെ എതിരാളികളായിട്ടാണ് കാണുന്നത്. താൻ വന്ന കാറിൽ തൊട്ടു എന്ന് പറഞ്ഞ് ഡ്രൈവറിനെ കൊണ്ട് ഈ 3 പേരെയും കൈകാര്യം ചെയ്യുകയാണ്. ഇതിനെ തുടർന്ന് വാൾട്ടറിന്റെ പിള്ളേരെ തൊടുന്നോടാ എന്ന് ചോദിച്ചുകൊണ്ട് 3 പേരും വാൾട്ടർ പഠിപ്പിച്ചു കൊടുത്ത അടവ് ഉപയോഗിച്ച് ഈ ഡ്രൈവറെ നേരിടുന്നു. ഇത് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന ഒരു മാലപ്പടക്കമെടുത്ത് കാറിന്റെ അകത്തിട്ട് പൊട്ടിക്കുകയും ചെയ്യുന്നു. ഈ സംഭവം വലിയൊരു പ്രശ്നമാവുകയും തോമസിന്റെ അമ്മ തോമസിനെയും കൊണ്ട് ദൂരേക്ക് സ്ഥലം മാറി പോവുകയും ചെയ്യുന്നു. പക്ഷേ അവർ പോകുന്നതിന് മുമ്പ് വെട്രിയെയും സാവിയെയും വേറൊരാളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ കാലങ്ങൾ കടന്നു പോകുന്നു. അമ്മയോടൊപ്പം കൊച്ചിയിൽ നിന്ന് മാറി താമസിച്ച തോമസ് തിരിച്ചെത്തുകയാണ്. കൊച്ചിയിൽ തിരിച്ചെത്തിയ തോമസ് ഒരു ഹോട്ടലിൽ വെച്ച് ഫൽഗു ആശാനെ കണ്ടുമുട്ടുന്നു. ഈ ഫൽഗു ആശാനാണ് തോമസും അമ്മയും കൊച്ചിയിൽ നിന്ന് പോയതിനു ശേഷം സാവിയെയും വെട്രിയെയും നോക്കിയത്. അവർ എവിടെയെന്ന് തോമസ് ഫൽഗു ആശാന്റെ അടുത്ത് അന്വേഷിക്കുന്നു. സാവിയോ ഒരു ബോട്ട് സർവീസ് നടത്തുന്നുവെന്ന് പറയുന്നു. വെട്രിയാണെങ്കിൽ ചെറിയൊരു പ്രശ്നത്തിൽ അകപ്പെട്ട് ഇപ്പോൾ ജയിലിലാണ്. നീ സാവിയോയെ ചെന്ന് കാണാൻ പറയുന്നു. അങ്ങനെ തോമസ് സാവിയോയെ കാണാൻ പോകുന്നു. ബോട്ട് സർവീസ് നടത്തുന്ന സാവിയോയെ തോമസ് ഫോളോ ചെയ്യുന്നു. ഒരു ഘട്ടത്തിൽ സാവിയോ തോമസിനെ പിടിക്കുന്നു. നീ ആരാടാ എന്നെ ഫോളോ ചെയ്യാൻ പറയടാ എന്ന് ചോദിക്കുന്നു. അപ്പോൾ തോമസ് പറയുകയാണ്, വാൾട്ടറിന്റെ പിള്ളേരെ തൊടാറായോടാ എന്ന്. ഇത് കേൾക്കുന്ന സാവിയോയ്ക്ക് മനസ്സിലാകുന്നു ഇത് തോമസ് ആണെന്ന്. അവർ പരസ്പരം സന്തോഷത്തോടു കൂടി കെട്ടിപ്പിടിക്കുകയും തോമസിനെ തൻ്റെ മകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നു. കൂടെയുള്ളത് സാവിയുടെ മകളല്ല കേട്ടോ, അത് വെട്രിയുടെ മകളാണ്. വെട്രി ജയിലിൽ പോയതിന് ശേഷമാണ് വെട്രിയുടെ ഭാര്യ പ്രസവിക്കുന്നതും പ്രസവത്തിൽ ഭാര്യ മരിച്ചും പോകുന്നു. വെട്രിയുടെ മകളെ സേവിയോ സ്വന്തം മകളെ പോലെയാണ് വളർത്തുന്നത്. അവൾക്കും സേവിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനെ പോലെ തന്നെയാണ്. ഇതിനിടയ്ക്ക് മറ്റൊരു സംഭവവും കൂടി നടക്കുന്നു. സേവിയോ ബോട്ട് സർവീസ് നടത്തിയിരുന്നില്ലേ, ആ ബോട്ട് സേവിയോയ്ക്ക് നഷ്ടമാകുന്നു. കാരണം അത് ലീസിനെടുത്തതായിരുന്നു. കാലാവധി കഴിഞ്ഞു, ബോട്ട് നഷ്ടപ്പെട്ടു. അടുത്ത് എന്ത് ജോലി ചെയ്ത് ജീവിക്കുമെന്ന് സാവിയോയും തോമസും വെട്രിയുടെ മകളായ കുട്ടിയായ റോസമ്മയും ചേർന്ന് ആലോചിക്കുകയാണ്. പക്ഷേ ഒരു ഐഡിയയും കറക്റ്റായിട്ട് അവർക്ക് കിട്ടുന്നില്ല. ഈ സമയം തോമസ് ഒരു ഐഡിയ പറയുന്നു. പണ്ട് വാൾട്ടർ കൊച്ചിയിൽ ഒരു ഐറ്റം ഇറക്കാൻ ആഗ്രഹിച്ചിരുന്നില്ലേ, അത് നമുക്ക് ചെയ്താലോ എന്ന് തോമസ് ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന സാവിയോ പറയുന്നു, കോസ്റ്റ്യൂം ഗുസ്തി ഒരിക്കലും ശരിയാകില്ല. സാവിയോ ആദ്യമൊന്ന് എതിർത്തെങ്കിലും തോമസിന്റെ ഐഡിയ കറക്റ്റാണെന്ന് സാവിയോയ്ക്ക് മനസ്സിലാകുന്നു. എന്നാൽ തോമസിന്റെ മനസ്സിൽ ഒരു സംശയം പിന്നെയും ബാക്കിയുണ്ടായിരുന്നു. കാരണം ഈ കോസ്റ്റ്യൂം ഗുസ്തി അഥവാ റെസ്ലിംഗ് ഇത് നടത്താനുള്ള ആൾ വേണ്ടേ?
ഇതിനുള്ള ഉത്തരം സേവിയുടെ കയ്യിലുണ്ടായിരുന്നു. സേവിയുടെ 4 സുഹൃത്തുക്കൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത് അന്നായിരുന്നു. എന്തോ ചെറിയ ഗുണ്ടായുസം കാണിച്ചിട്ട് അകത്തു പോയതാണ് ഈ 4 പേരും. ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഈ 4 പേരെയും കാത്ത് സേവിയവും തോമസും ജയിലിന്റെ പുറത്ത് തന്നെ ഉണ്ടായിരുന്നു. ഈ 4 പേരും വ്യത്യസ്ത ശരീര ഘടനയുള്ളവരായിരുന്നു. ഈ 4 പേരെയും കാണുന്ന തോമസിന് വളരെയധികം ഇഷ്ടപ്പെടുന്നു. കാരണം 4 പേരെയും വെച്ച് റെസ്ലിംഗ് നടത്തുകയാണെങ്കിൽ ആ റെസ്ലിംഗ് വിജയിക്കും, അത് ഉറപ്പാണ്. ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ തൻ്റെ 4 കൂട്ടുകാരടുത്തും സേവിയോ ഈ ഐഡിയ പറയുന്നു. കോസ്റ്റ്യൂം ഗുസ്തി നമ്മൾ തുടങ്ങാൻ പോവുകയാണ്, ഇതിന് നല്ല സ്കോപ്പാണ്. പക്ഷേ ആ 4 പേരിൽ തടിയനായ സുബ്രു പറയുന്നു, ഇതൊക്കെ ആരാണ് കാണാൻ വരുന്നത് എന്ന് പറഞ്ഞ് സുബ്രു അവിടെ നിന്ന് തിരിഞ്ഞ് നടക്കാൻ തുടങ്ങുന്നു. ഇത് കാണുന്ന തോമസ് സേവിയോയുടെ അടുത്ത് ചോദിക്കുന്നു, ഇനി എന്ത് ചെയ്യും? സേവിയോ ഉടനെ തന്നെ തിരിഞ്ഞു നടക്കുന്ന സുബ്രുവിനെ പുറകിൽ കൂടി ചെന്ന് ചാടി ഒരു ചവിട്ട് കൊടുക്കുന്നു. ആ ചവിട്ടോടുകൂടി സുബ്രു തറയിൽ വീഴുന്നു. പിന്നെ സുബ്രു ഒന്നും ആലോചിച്ചില്ല, സേവിയോ തൂക്കി ഏറിലോട്ട് എറിയാൻ തുടങ്ങി, അവിടെ ഇട്ട് അടിക്കാനും തുടങ്ങി. ഈ അടി കാണാൻ ആൾക്കാർ ഓടിക്കൂടുകയും ചെയ്തു. അടി കൊണ്ട് തറയിൽ കിടക്കുന്ന സേവിയോ സുബ്രുവിൻ്റെ അടുത്തും കൂടെയുള്ള മറ്റു 3 പേരെടുത്തും പറഞ്ഞു, ഇപ്പോൾ മനസ്സിലായില്ലേ ആൾക്കാർ കൂടുമെന്ന്. ഇതെല്ലാം കാണുന്ന ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ആ 4 കൂട്ടുകാർക്കും കാര്യം മനസ്സിലാകുന്നു. ഇവർ നടത്താൻ പോകുന്ന കോസ്റ്റ്യൂം ഗുസ്തി അഥവാ റെസ്ലിംഗ് വിജയിക്കുമെന്ന്. അങ്ങനെ അവർ അതിന് സമ്മതിക്കുന്നു. സേവിയയും തോമസും ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ഈ 4 കൂട്ടുകാരെ ക്ഷണിക്കാൻ വന്ന സമയത്ത് സേവിയയുടെ കൂടെയും തോമസിന്റെ കൂടെയും ഒരാൾ കൂടി ഉണ്ടായിരുന്നു, കുരുവി എന്ന ഇവരുടെ കൂട്ടുകാരി. ഫുഡ് ഡെലിവറി ചെയ്താണ് ഇവൾ ജീവിക്കുന്നത്. കുരുവിയും ഈ റെസ്ലിംഗിൽ ഒരു അംഗമാണ് കേട്ടോ. ഇതിനുശേഷം ഇവർ കൂട്ടുകാരെല്ലാ പേരും കൂടി ചേർന്ന് മേയറിനെ കാണാൻ പോകുന്നുണ്ട്. മേയറിന്റെ കയ്യിൽ നിന്നും റെസ്ലിംഗ് ചെയ്യാനുള്ള പെർമിഷൻ വാങ്ങിക്കാൻ വേണ്ടി മേയർക്ക് കാര്യം മനസ്സിലായില്ല എങ്കിലും മേയർ പെർമിഷൻ കൊടുക്കുന്നു. പിന്നീട് തോമസും സേവിയറും കുരുവിയും കൂട്ടുകാരും എല്ലാം ചേർന്ന് ഒഴിഞ്ഞു കിടക്കുന്ന ഒരു ഗോഡൗൺ ക്ലീൻ ചെയ്ത് റെസ്ലിംഗ് നടത്താൻ വേണ്ടിയുള്ള എല്ലാതരം സെറ്റപ്പും ചെയ്യുന്നു. റെസ്ലിംഗ് നടക്കുന്ന ആ സ്ഥലത്തെ അവർ പവർ ഹൗസ് എന്നും അവരുടെ പ്രോഗ്രാമിനെ ഫ്രൈഡേ ഫൈറ്റ് നൈറ്റ് എന്നും പേരിടുന്നു. ഇതേ സമയം ചെറിയാനും മറ്റൊരു മത്സരത്തിന് തയ്യാറെടുക്കുകയായിരുന്നു. ആരാണ് ചെറിയാനെന്നറിയാമോ? കുട്ടിക്കാലത്ത് തോമസും വെട്രിയും സേവിയോയും സിനിമ കാണാൻ പോയപ്പോൾ കാറിൽ തൊട്ടുവെന്ന് പറഞ്ഞ് ഡ്രൈവറെ കൊണ്ട് പ്രശ്നമുണ്ടാക്കിച്ച ഒരു പയ്യനില്ലേ, ആ പയ്യൻ തന്നെയാണ് ചെറിയാൻ. പോരാത്തതിന് വാൾട്ടർ തോൽപ്പിച്ച മാണിയുടെ മകൻ കൂടിയാണ് ചെറിയാൻ. മാണി ഇപ്പോൾ സ്ട്രോക്ക് വന്ന് വീൽ ചെയറിലാണ്. ഈ ചെറിയാൻ നടത്താൻ പോകുന്ന ഷോ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പാണ്. വർഷാവർഷം സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കി ഈ ഷോയൊക്കെ നടത്തുന്നത് വീൽ ചെയറിലിരിക്കുന്ന സ്വന്തം അച്ഛനെ സന്തോഷിപ്പിക്കാൻ കൂടിയാണ്. ചെറിയാൻ താൻ നടത്താൻ പോകുന്ന ഷോയുടെ നോട്ടീസ് തൻ്റെ കൂടെയുള്ള ജിമ്മന്മാരുമൊത്ത് നല്ല രീതിയിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതേപോലെ തന്നെ സേവിയോയും ടീമും അവരുടെ ഷോയുടെ നോട്ടീസും വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. സേവിയുടെ നോട്ടീസ് ചെറിയാൻ്റെ കയ്യിൽ കിട്ടുന്നു. ഇവന്മാരെന്തോ ഉടായിപ്പ് ഷോ നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞ് ആ നോട്ടീസിനെ വലിച്ചു കീറി കളഞ്ഞിട്ട് പുച്ഛഭാവത്തിൽ ചെറിയാൻ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ സേവിയോയും തോമസും നടത്തുന്ന റെസ്ലിംഗ് ഷോയ്ക്ക് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു ദിവസം സേവിയോ ഓടിപ്പിടച്ച് വരികയാണ്. എന്നിട്ട് തൻ്റെ റൂമിലെത്തി ബാഗെടുത്ത് തുണികളെല്ലാം പാക്ക് ചെയ്യുന്നു. നീ എവിടെ പോകുന്നു? റെസ്ലിംഗ് തുടങ്ങാൻ ഇനി 2-3 ദിവസം മാത്രമേ ഉള്ളൂ. ഇത് കേൾക്കുന്ന സേവിയോ പറയുന്നു, നാളെയാണ് വെട്രി ജയിലിൽ നിന്നും റിലീസാകുന്നത്. ഞാനും റോസമ്മയും ഈ നാട്ടിൽ നിന്ന് പോകുന്നു. തോമസ് ചോദിക്കുന്നു, വെട്രി നമ്മുടെ കൂട്ടുകാരനല്ലേ, അവൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നതിൽ നമ്മൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത്, നീ എന്തിനാണ് ഇവിടെ നിന്ന് പോകുന്നത്? ഇപ്പോഴാണ് സേവിയോ ഒരു ഫ്ലാഷ് ബാക്ക് പറയുന്നത്. ഇവർ കുട്ടിയായിരുന്ന സമയത്ത് തിയേറ്ററിൽ ഒരു പ്രശ്നം നടക്കുന്നില്ലേ, അതിനുശേഷം തോമസിന്റെ അമ്മ തോമസിനെയും കൊണ്ട് കൊച്ചിയിൽ നിന്ന് മാറിപ്പോകുന്നു. പിന്നീട് വെട്രിയും സേവിയോയും ഒറ്റയ്ക്കാണ് വളർന്നത്. വളർന്നതിന് ശേഷം വെട്രിയും വില്ലനായ ചെറിയാനും തമ്മിൽ നല്ല രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുന്നു. ചെറിയാനാണെങ്കിലോ ഇല്ലീഗലായ പല ബിസിനസ്സും ഉണ്ടായിരുന്നു. വെട്രി ഈ ബിസിനസ്സിനെല്ലാം കൂട്ടുനിൽക്കുന്നു. സേവിയോ വെട്രിയെ പല പ്രാവശ്യം വാൺ ചെയ്തതാണ്, നീ കല്യാണം കഴിഞ്ഞ് ഒരു ഭാര്യയൊക്കെ ഉള്ളതാണ്, നീ ഈ ഇല്ലീഗൽ പരിപാടിക്ക് പോകരുതെന്ന്. എന്നാൽ വെട്രി അതൊന്നും ചെവിക്കൊള്ളാൻ തയ്യാറായില്ല. ഗർഭിണിയായിരുന്ന ജാസ്മിൻ എന്ന തൻ്റെ ഭാര്യയെക്കാട്ടിലും കൂടുതൽ ശ്രദ്ധ വെട്രി കേന്ദ്രീകരിച്ചിരുന്നത് ചെറിയാന്റെ ഇല്ലീഗൽ ബിസിനസ്സുകളിലായിരുന്നു. തൻ്റെ കൂട്ടുകാരനായ വെട്രി ഈ രീതിയിലേക്ക് ആവാൻ കാരണം ചെറിയാനാണെന്ന് മനസ്സിലാക്കിയ സേവിയോ ചെറിയാനെ പിടിച്ചു കൊടുക്കാൻ തയ്യാറാകുകയാണ്. ചെറിയാൻ ഒരു സ്ഥലത്ത് ഉണ്ടെന്നറിഞ്ഞ സേവിയോ ഇതാദ്യം മേയറിനെ വിളിച്ചറിയിക്കുന്നു. അതിനുശേഷം പോലീസിനെയും വിവരം അറിയിച്ചതിന് ശേഷം സേവിയോ അവിടെ ചെറിയാനെ പിടിക്കാനെത്തുന്നു. ചെറിയാൻ വാതിൽ തുറന്ന് പുറത്തേക്ക് വരുമ്പോഴോ തലയിൽ കൂടി ഒരു തുണിയിട്ട് സേവിയോ അവനെ പിടിച്ച് പോലീസിന് ഇട്ടുകൊടുക്കുന്നു. ഈ സമയം ചെറിയാൻ്റെ കയ്യിലിരുന്ന വാച്ച് സേവിയോയുടെ കയ്യിൽ കിട്ടുന്നു. ആ വാച്ചിലേക്ക് നോക്കുമ്പോഴാണ് സേവിയോയ്ക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത്. താൻ പിടിച്ചു കൊടുത്തത് ചെറിയാനെയല്ല, വെട്രിയായിരുന്നു. അറിയാതെ പറ്റിപ്പോയ ഒരു അബദ്ധം. സേവിയർ പറയുന്നു, നാളെ വെട്രി വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ ഞാനും വെട്രിയുമായി വലിയ പ്രശ്നമുണ്ടാകും. അവൻ റോസമ്മയെ എന്നിൽ നിന്ന് പിരിക്കുകയും ചെയ്യും. എനിക്ക് അവളെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ല, ഞാൻ ഇവിടെ നിന്ന് പോകുന്നു.
ഇത് കേട്ട് തോമസ് പറയുന്നു, നീ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ വെട്രിക്ക് മനസ്സിലാകും നീ തന്നെയാണ് വെട്രിയെ പിടിച്ചു കൊടുത്തതെന്ന്. നീ ഇവിടെ തന്നെ നിൽക്കണം. വെട്രിക്കിപ്പോൾ അറിയില്ല നീയാണ് വെട്രിയെ പിടിച്ചു കൊടുത്തതെന്ന്. പതുക്കെ നമുക്ക് അവനെ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാം. ഇത് കേട്ട് സേവിയർ അവിടെ തന്നെ നിൽക്കാൻ തയ്യാറാവുകയാണ്. അങ്ങനെ സേവിയറും തോമസും കൂട്ടുകാരും നടത്തുന്ന ഫ്രൈഡേ ഫൈറ്റ് നൈറ്റ് എന്ന റെസ്ലിംഗ് ഷോയുടെ ദിവസം എത്തിച്ചേരുകയാണ്. അതേ ദിവസം തന്നെയാണ് ചെറിയാൻ നടത്തുന്ന ബോഡി ബിൽഡിംഗ് ഷോയും നടക്കുന്നത്. ആ ഷോയിലേക്ക് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ കാണികളായി വന്നിട്ടുള്ളൂ. ചെറിയാൻ വിചാരിക്കുന്നു കുറച്ചുകൂടി ആൾക്കാർ വരട്ടെ എന്നിട്ട് ഷോ തുടങ്ങാം. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ കുറച്ച് ആൾക്കാരുണ്ടല്ലോ, എവിടെയോ ഫ്രീ ആയിട്ട് ബിയർ കിട്ടുമെന്ന് അറിഞ്ഞ് അവിടേക്ക് പോകുന്നു. ചെറിയാന്റെ ഷോയിൽ നിന്നും ആൾക്കാർ പോയത് വേറെ ഒരു സ്ഥലത്തുമല്ല, അത് പവർ ഹൗസിലേക്കായിരുന്നു. ഫ്രൈഡേ ഫൈറ്റ് നൈറ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് തങ്ങൾ നടത്തുന്ന റെസ്ലിംഗ് ഷോയിൽ ആളെ കൂട്ടാൻ വേണ്ടി തോമസും സേവിയറും ചെയ്ത് നടത്തിയ ഒരു തന്ത്രമായിരുന്നു ഫ്രീ ആയിട്ട് ബിയർ കൊടുക്കുന്ന പരിപാടി. അങ്ങനെ ഇവർ നടത്തുന്ന ഫ്രൈഡേ ഫൈറ്റ് നൈറ്റ് റെസ്ലിംഗ് ഷോയിലേക്ക് ആൾക്കാർ കൂടുകയാണ്. ആദ്യത്തുള്ള ഷോ ആരംഭിക്കുന്നു. ആദ്യം ഫൈറ്റ് ചെയ്യാൻ എത്തുന്നത് 4 കൂട്ടുകാർ ജയിലിൽ നിന്ന് റിലീസായില്ലേ, ആ കൂട്ടത്തിൽ ഏറ്റവും തടിയനായ സുബ്രുവാണ്. സുബ്രുവിനെ നേരിടാൻ വരുന്നതോ നമ്മുടെ സാവിയയുടെ കൂട്ടുകാരിയൊക്കെ ആയ ഫുഡ് ഡെലിവറിക്കൊക്കെ പോകുന്ന കുരുവി എന്ന പെണ്ണും ഒരു പെണ്ണും തടിയനായ ഒരാണും തമ്മിൽ മത്സരം. പെണ്ണ് തീർച്ചയായും തോക്കും, കാണികൾ തീരുമാനിച്ചു. പക്ഷേ കുരുവിയുടെ ഫൈറ്റ് സ്റ്റൈൽ എന്ന് പറയുന്നത് WWE റേ മിസ്റ്റീരിയോയുടെ ഫൈറ്റ് സ്റ്റൈൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അതുപോലെ തന്നെയായിരുന്നു. കുരുവി അതിവിദഗ്ധമായി സുബ്രുവിനെ തോൽപ്പിക്കുന്നു. ഇത് കാണുന്ന കാണികളിൽ ആവേശം ഇരമ്പുന്നു. ഒരു പെണ്ണ് തടിയനായ ഒരു ആണിനെ തോൽപ്പിച്ചിരിക്കുന്നു. അടുത്ത ഫൈറ്റ് നടക്കേണ്ടത് വളരെ പൊക്കമുള്ള അസ്കറും പിന്നെ വർക്കി എന്ന് പറയുന്ന ഇവൻ്റെ കൂട്ടുകാരനുമായിട്ട് തന്നെയായിരുന്നു. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് നടക്കുന്നു. ഈ വർക്കിയും അസ്കറും പിന്നെ സുബ്രുവും പിന്നെ വേറൊരു ജിമ്മനും കൂടെയുണ്ട്. ഇവർ 4 പേരും ജയിലിൽ നിന്ന് റിലീസായതിൽ 4 പേരും കൂട്ടുകാരാണ്. ഈ ജിമ്മൻ വർക്കിയുടെ കാമുകിയുമായി ഒളിച്ചോടുന്നു. ഇത് ഫൈറ്റ് നടക്കാൻ പോകുന്നതിന് മുമ്പായാണ് വർക്കി അറിയുന്നത്. ഇതറിയുന്ന വർക്കി ഒടുക്കത്തെ വിഷമവും കരച്ചിലുമാകുന്നു. വർക്കിയും അസ്കറുമായിട്ടുള്ള ഫൈറ്റ് നടക്കുന്നുണ്ടെങ്കിലും ആദ്യത്തെ ഫൈറ്റിൻ്റെ അത്രയ്ക്കങ്ങ് കൊഴുക്കുന്നില്ല ഈ ഫൈറ്റ്. ഇതിന് ശേഷം നടക്കേണ്ട മാച്ച് വർക്കിയുടെ കാമുകിക്കൊപ്പം ഒളിച്ചോടിയ ജിമ്മനും സാവിയോയുമായിട്ടായിരുന്നു. ജിമ്മൻ ഇല്ലാത്തത് കൊണ്ട് സാവിയ കൂടെ ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങുന്നത് തോമസ് ആയിരുന്നു. തോമസിന് ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ടൽ ഉണ്ടാകുന്നത് കൊണ്ട് ഇൻഹില്ലർ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. തോമസുമായി ഫൈറ്റ് ചെയ്യാൻ സാവിയോ മടിച്ചു നിന്നു. എന്നാൽ തോമസിന്റെ കൃത്യമായ ചില ഐഡിയയുടെ പുറത്ത് റെസ്ലിംഗ് ചെയ്തതുകൊണ്ട് തോമസും സാവിയയുമായുള്ള ഫൈറ്റ് അതിഗംഭീരമായി തന്നെ അവസാനിക്കുന്നു. ഇങ്ങനെ ഫ്രൈഡേ ഫൈറ്റ് നൈറ്റ് എന്ന റെസ്ലിംഗ് ഷോ വൻ ഹിറ്റാകുന്നു. അടുത്ത ദിവസം മറ്റൊരു സംഭവം നടക്കുകയാണ്. വെട്രി ജയിലിൽ നിന്നും എത്തുന്നു. തന്നെ പിടിച്ചു കൊടുത്തത് സാവിയോ ആണെന്ന് അറിയാത്ത വെട്രി തോമസിൻ്റെ അടുത്തും സാവിയോയുടെ അടുത്തും പഴയതുപോലെ തന്നെയാണ് മിണ്ടുന്നതും സംസാരിക്കുന്നതും എല്ലാം. എന്നാൽ വെട്രിയുടെ മകളായ റോസമ്മ അവൻ്റെ അടുത്തേക്ക് ചെല്ലാൻ മടിച്ചു നിൽക്കുന്നു. കാരണം റോസമ്മ വെട്രിയെ ആദ്യമായിട്ടാണ് കാണുന്നത്. റോസമ്മ ജനിച്ചപ്പോൾ തൊട്ട് വെട്രി ജയിലിലായിരുന്നു. ഈ സമയം ചെറിയാനും അവിടേക്ക് എത്തുന്നുണ്ട്. ചെറിയാൻ പരിചയം പുതുക്കാൻ വേണ്ടി എത്തിയതാണ്. തന്നെ പോലീസിന് കാണിച്ചു കൊടുക്കാത്തതിന് ചെറിയാൻ വെട്രിയുടെ അടുത്ത് നന്ദി പറയുന്നുണ്ട്. ചെറിയാനെ കാണുന്ന സേവിയയും തോമസും ഭയക്കുന്നുണ്ട്. ഇനി വെട്രിയുടെ അടുത്ത് സത്യങ്ങളൊക്കെ ചെറിയാൻ വിളിച്ചു പറയുമോ എന്ന് പേടിച്ചാണ് അവർ ഭയക്കുന്നത്. എന്നാൽ ഈ ഭയം ചെറിയാൻ മുതലെടുക്കാൻ തന്നെ തീരുമാനിച്ചിരുന്നു. ഒരിക്കൽ ഫൽഗു ആശാൻ കുട്ടികളെ ഗുസ്തി പഠിപ്പിക്കുന്ന സ്ഥലത്ത് സേവിയോ സഹായിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അവിടേക്ക് ചെറിയാനെത്തുന്നു. ചെറിയാനും സേവിയോവുമായി ഒന്ന് ഗുസ്തി പിടിക്കുന്നു. ആദ്യം ചെറിയാൻ തോൽക്കുന്നുണ്ടെങ്കിലും അവർ തമ്മിൽ വീണ്ടും ഗുസ്തി പിടിക്കുന്നു. ഈ സമയത്ത് ചെറിയാൻ സേവിയോയുടെ അടുത്ത് പറയുന്നു, നിങ്ങളുടെ റെസ്ലിംഗ് കമ്പനിയിൽ എൻ്റെ പിള്ളേരെ കൂടെ ആഡ് ചെയ്യണം. ഇത് സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ വെട്രിയെ നീ പോലീസിന് പിടിച്ചു കൊടുത്ത കാര്യം ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും. അവസാനം ഗത്യന്തരമില്ലാതെ സാവിയോ അതിന് സമ്മതിക്കുന്നു. ചെറിയാൻ മാത്രമായിരുന്നില്ല ഇവരുടെ ശത്രുക്കൾ, വേറെയും 2 പേർ കൂടി ഉണ്ടായിരുന്നു. അത് വേറെ ആരുമല്ല, വെട്രിയുടെ ഭാര്യ ജാസ്മീൻ്റെ ഇരട്ട സഹോദരങ്ങൾ. ജാസ്മീനെ വെട്രി കല്യാണം കഴിക്കുന്നത് പ്രണയിച്ചാണ്. ഇതിൻ്റെ വൈരാഗ്യമായിരുന്നു ഇവർക്ക് 2 പേർക്കും. ഏത് വിധേനയും ഇവന്മാരെ നശിപ്പിക്കണം എന്നായിരുന്നു ഈ ഇരട്ട സഹോദരന്മാരുടെ ലക്ഷ്യം. അതിനുവേണ്ടി ഇവന്മാർ സാവിയോയും ടീമും റെസ്ലിംഗ് നടത്തുന്ന ആ ഗോഡോൺ മേയറെ കണ്ട് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു. ഇതുമാത്രമല്ല, വഴിയിൽ വെച്ച് കാണുന്ന സാവിയോയെ ഈ ഇരട്ട സഹോദരന്മാർ വിരട്ടുന്നു. നിന്റെ റെസ്ലിംഗും കമ്പനിയും എല്ലാം പൊളിച്ചുകൊണ്ട് പോയിക്കോ എന്ന് പറയുന്നു. ഇത് കേട്ടുകൊണ്ടുവരുന്ന വെട്രി ആ ഇരട്ടകളിൽ ഒരുത്തനെ തൂക്കിയെടുത്ത് തറയിലടിക്കുന്നു. ഇത് കാണുന്ന സാവിയോയും തോമസും ടീമും വെട്രിക്കും ഫൈറ്റ് ചെയ്യാൻ നല്ല കഴിവുണ്ടെന്നും വെട്രിയെയും റെസ്ലിംഗിലേക്ക് വിളിക്കുകയും ചെയ്യുന്നു. വെട്രി നിരസിക്കുന്നു. പക്ഷേ സ്വന്തം മകളുടെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടി വെട്രി
അങ്ങനെ റെസ്ലിംഗിലേക്ക് കടന്നു വരികയാണ്. ഇപ്പോൾ സാവിയോയുടെ റെസ്ലിംഗ് ടീമിൽ ചെറിയാന്റെ ഗ്യാങ്ങുമുണ്ട്. ചെറിയാൻ ഗ്യാങ്ങിനെ വിട്ടിരിക്കുന്നത് സാവിയോയുടെ റെസ്ലിംഗ് ടീമിനെ താഴ്ത്തി കാണിക്കാൻ വേണ്ടിയാണ്. അതിനുവേണ്ടി ചെറിയാന്റെ ടീം സാവിയോയുടെ ടീമിനെതിരെ പരിക്ക് പറ്റുന്ന രീതിയിലേക്കാണ് റെസ്ലിംഗ് ചെയ്യുന്നത്. പക്ഷേ വെട്രിയുടെ സഹായത്തോടു കൂടി അതിനെയെല്ലാം ഇവർ എതിരിടുന്നുമുണ്ട്. അങ്ങനെ ഇവരുടെ റെസ്ലിംഗ് കമ്പനി കുറച്ചുകൂടി വലുതാക്കാൻ ഇവർ ഇൻ്റർവ്യൂ ഒക്കെ നടത്തുന്നുണ്ട്. ആ ഇൻ്റർവ്യൂവിൽ എല്ലാവരുമുണ്ട്. ചെറിയാനും വെട്രിയും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അന്ന് വെട്രിയുടെ ജന്മനാളായിരുന്നു. ഈ സമയം റോസമ്മ ചെറിയാൻ്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കുന്നു. ഏതോ ഒരു ഗിഫ്റ്റ് പാക്ക് ചെയ്ത് കൊണ്ടുകൊടുക്കാൻ ചെറിയാനെ ഏൽപ്പിച്ചിരുന്നു റോസമ്മ. ആ ഗിഫ്റ്റ് ചെറിയാൻ റോസമ്മയുടെ കയ്യിൽ കൊടുക്കുന്നു. റോസമ്മ വെട്രിയുടെ കയ്യിൽ ഗിഫ്റ്റ് കൊടുക്കുന്നു. ഗിഫ്റ്റ് തുറന്ന് നോക്കുമ്പോഴോ തന്നെ പോലീസ് പിടിക്കുമ്പോൾ തൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട വാച്ചായിരുന്നു അത്. ഈ വാച്ച് എവിടെ നിന്ന് കിട്ടിയെന്ന് റോസമ്മയുടെ അടുത്ത് വെട്രി ചോദിക്കുന്നു. അത് സാവിയയുടെ കയ്യിൽ നിന്നാണ് കിട്ടിയതെന്ന് റോസമ്മ പറയുന്നു. യഥാർത്ഥത്തിൽ റോസമ്മയെ കൊണ്ട് ഈ ഗിഫ്റ്റ് കൊടുപ്പിച്ചതെല്ലാം ചെറിയാൻ്റെ കളിയായിരുന്നു. വെട്രിയെയും സാവിയോയും തമ്മിൽ തല്ലിപ്പിക്കാൻ തന്നെ പോലീസിന് പിടിച്ചു കൊടുത്തത് സാവിയോ ആണെന്ന് പറഞ്ഞ് വെട്രി സാവിയോയെ അടിക്കുന്നു. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ കയ്യാങ്കളിയാവുന്നു. കൂടെയുള്ളവർ ഇവരെ പിടിച്ചു മാറ്റുന്നു. റോസമ്മയെ കൊണ്ടുപോകാൻ വെട്രി ശ്രമിക്കുകയാണ്. പക്ഷേ റോസമ്മ വെട്രിയുടെ കൂടെ പോകാൻ തയ്യാറാകുന്നില്ല. കാരണം റോസമ്മ ജനിച്ചത് മുതൽ കാണുന്നത് സാവിയോയാണ്. അവൾ അച്ഛനെ പോലെ സ്നേഹിക്കുന്നതും സാവിയോയാണ്. പക്ഷേ ഇതിനിടയിൽ ചെറിയാൻ ഒരു കളി കളിക്കുകയാണ്. വെട്രിയും സാവിയോയും തമ്മിൽ ഫ്രൈഡേ ഫൈറ്റ് നൈറ്റിൽ ഒരു മാച്ച് വയ്ക്കാൻ. മത്സരത്തിൽ വെട്രി ജയിക്കുകയാണെങ്കിൽ റോസമ്മയെ വെട്രി കൊണ്ടുപോട്ടെ. അഥവാ വെട്രി ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ റോസമ്മയെ സാവിയോ തന്നെ വളർത്തട്ടെ. ചെറിയാന്റെ ലക്ഷ്യം ഇവന്മാരെ രണ്ടുപേരെയും തമ്മിൽ തല്ലി കൊല്ലിപ്പിക്കുകയും അതുമാത്രമല്ല ഇവരുടെ റെസ്ലിംഗ് കമ്പനിയും പൊളിക്കുക എന്നുള്ളതുമായിരുന്നു. ഇതിനു പിന്നിൽ ചെറിയാൻ മാത്രമല്ലായിരുന്നു. വെട്രിയുടെ മരിച്ചുപോയ ഭാര്യയുടെ ഇരട്ട സഹോദരന്മാരും ഉണ്ടായിരുന്നു. ഒരിക്കൽ സാവിയോ വെട്രിയെ ആളുമാറി പോലീസിന് പിടിച്ചു കൊടുക്കുകയും വെട്രിക്ക് കുറേ കാലം ജയിലിലും കിടക്കേണ്ടി വന്നില്ലേ. യഥാർത്ഥത്തിൽ അതിന് പിന്നിൽ കളിച്ചത് ഈ ഇരട്ട സഹോദരന്മാരായിരുന്നു. വെട്രിയെ പോലീസ് പിടിക്കാൻ കാരണമായി തീരുന്നത് ഇങ്ങനെയാണ്. ആ സമയത്ത് സാവിയോ മേയറിനെ വിളിച്ച് പറയുന്നുണ്ട് ചെറിയാൻ ഇന്ന സ്ഥലത്ത് ഉണ്ട് എന്ന്. മേയർ ഉടനെ തന്നെ ഇരട്ട സഹോദരന്മാരെ വിളിച്ച് പറയുന്നു ഈ കാര്യം. ഇവർ ഈ കാര്യം ചെറിയാനെ വിളിച്ചറിയിക്കുകയാണ്. ചെറിയാൻ ഇവരുടെ ഒപ്പം ചേർന്ന് വെട്രിയെ കൊടുക്കാൻ വേണ്ടി സാവിയോ ആ സ്ഥലത്തെത്തുന്നതിന് മുമ്പ് തന്നെ വെട്രിയെ അവിടെ എത്തിക്കുന്നു. സാവിയോ ആണെങ്കിലോ ചെറിയാനാണ് എന്ന് കരുതി വെട്രിയെ പിടിച്ച് പോലീസിനും കൊടുക്കുന്നു. അതായത് വെട്രിയെ കുടുക്കിയത് ആ ഇരട്ട സഹോദരന്മാരും മേയറും ചെറിയാനും കൂടിയായിരുന്നു. പക്ഷേ ഇതൊന്നും അറിയാതെ വെട്രി സാവിയോവുമായി ഫ്രൈഡേ ഫൈറ്റ് നൈറ്റിൽ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവുകയാണ്. അതിനു മുമ്പ് വെട്രി തൻ്റെ മകളെ കാണാൻ തയ്യാറാകുന്നു. പക്ഷേ വെട്രിയെ കാണുമ്പോൾ അവൾക്ക് പേടിയാണ് തോന്നുന്നത്. ഇതുകൂടിയാകുമ്പോൾ വെട്രിക്ക് വല്ലാത്ത ദേഷ്യം വരുന്നു. ഇതിനെ തുടർന്ന് വെട്രി ഫ്രൈഡേ ഫൈറ്റ് നൈറ്റ് നടക്കുന്ന സ്ഥലത്ത് നേരത്തെ എത്തുകയാണ്. വെട്രി റിങ്ങിനകത്തു തന്നെ കയറിയിരിക്കുന്നു. കൂടെ ചെറിയാനുമുണ്ട്. അവിടേക്ക് ട്രെയിനിങ്ങിനെത്തുന്ന വർക്കിയെയും അസ്കറിനെയും സുബ്രുവിനെയും റിങ്ങിനകത്ത് കയറാൻ സമ്മതിക്കുന്നില്ല. പകരം സാവിയോയെ വിളിച്ചു കൊണ്ടുവരാൻ പറയുന്നു. സാവിയോയും അവിടെ എത്തുന്നു. വെട്രിയും സാവിയോയും തമ്മിൽ ഫൈറ്റ് ആരംഭിക്കുന്നു. ഇത് നാട്ടുകാരറിയുന്നു. ഫ്രൈഡേ ഫൈറ്റ് നൈറ്റ് നേരത്തെ ആരംഭിച്ചു എന്ന് പറഞ്ഞ് നാട്ടുകാരെല്ലാം അവിടെ ഓടിക്കൂടുന്നു. വെട്രിയും സാവിയോയും തമ്മിലുള്ള ഫൈറ്റ് കാണാൻ റിങ്ങിന് വെളിയിൽ റോസമ്മയും ഉണ്ടായിരുന്നു. ഒരു ഘട്ടമെത്തുമ്പോൾ സാവിയോ തോക്കും എന്നുള്ളൊരവസ്ഥയെത്തുന്നു. ഇത് കാണുന്ന റോസമ്മയുടെ കണ്ണുകൾ നിറയുന്നു. സാവിയോയ്ക്കും ഒരു കാര്യം മനസ്സിലാകുന്നു. ഞാൻ തോൽക്കുകയാണെങ്കിൽ തനിക്ക് റോസമ്മയെ നഷ്ടമാകും, വെട്രിയെ നഷ്ടമാകും. പകരം താൻ ജയിച്ചാലോ റോസമ്മയെ നഷ്ടം ആകുകയുമില്ല. വെട്രിയെ പറഞ്ഞ് മനസ്സിലാക്കാനും കഴിയും. അങ്ങനെ സാവിയോ ഫൈറ്റ് ചെയ്ത് തിരിച്ചു വരികയാണ്. ഒരു ഘട്ടം എത്തുമ്പോൾ വെട്രിയെ സാവിയോ ലോക്ക് ചെയ്ത് പിടിക്കുന്നു. ഇതിനിടയിൽ സാവിയോ പറയുന്നുണ്ട് താൻ കുറ്റക്കാരനല്ല, തന്നെ കുടുക്കിയതാണ് എന്നൊക്കെ. വെട്രി എവിടെ നിന്ന് കേൾക്കാൻ? വെട്രി തോൽക്കുമെന്ന് ചെറിയാൻ മനസ്സിലാകുന്നു. ചെറിയാൻ തൻ്റെ കൂടെ ഉള്ളവരെ വിട്ട് അവിടെ ആക്രമണം അഴിച്ചുവിടുന്നു. ചെറിയാൻ വെട്രിയെയും ആക്രമിക്കുന്നു. അപ്പോൾ വെട്രിക്ക് കാര്യം മനസ്സിലാകുന്നു, ചെറിയാനാണ് ഇതിന് പിന്നിൽ കളിച്ചത് എന്ന്. അവിടേക്ക് വെട്രിയുടെ മരിച്ചുപോയ ഭാര്യയുടെ ഇരട്ട സഹോദരന്മാരും എത്തുന്നു. ഇവിടെ അക്രമം അഴിച്ചുവിടാൻ അവർക്ക് ഈ റെസ്ലിംഗ് നടക്കുന്ന സ്ഥലമെല്ലാം അടിച്ച് പൊളിക്കണമെന്നുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ സാവിയോയും വെട്രിയും ഇവരുടെ അടിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയെത്തുന്നു. പെട്ടെന്ന് കസറത്തടിക്കുന്ന ഒരു വെയിറ്റ് കെട്ട കറങ്ങി വന്ന് ചെറിയാൻ്റെ ദേഹത്ത് കൊള്ളുന്നു. അതെടുത്ത് എറിഞ്ഞത് വേറെ ആരുമായിരുന്നില്ല, കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നാട് ചുറ്റാൻ പോയ വാൾട്ടർ തിരിച്ചു വന്നിരിക്കുന്നു. വാൾട്ടറിൻ്റെ സാന്നിധ്യം സാവിയോയ്ക്കും വെട്രിക്കും ചെറിയാനെതിരെയുള്ള ഫൈറ്റിൽ മേൽക്കൈ നേടിക്കൊടുക്കുന്നു.
വാൾട്ടറിൻ്റെ പിള്ളേരുടെ സാമ്രാജ്യം തകരുന്നത് കണ്ട് സന്തോഷിക്കാൻ ചെറിയാൻ്റെ അച്ഛനായ മാണിയെയും അവിടെ കൊണ്ടിരുത്തിയിരുന്നു. പണ്ട് ഒരു കാലത്ത് വാൾട്ടർ തോൽപ്പിച്ച അതേ മാണി. പക്ഷേ മാണിക്ക് കാണേണ്ടി വരുന്നതോ തൻ്റെ മകൻ്റെ തകർച്ചയും. ഈ അടി നടക്കുന്ന സ്ഥലത്തേക്ക് വെട്രിയെ ചതിക്കാൻ കൂട്ടുനിന്ന മേയറിനെയും കൊണ്ടുവരുന്നുണ്ട്. മേയർക്കും അടി കിട്ടുന്നുണ്ട്, ഇരട്ട സഹോദരന്മാർക്കും നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. അവസാനം വെട്രിയും സാവിയും എല്ലാം ഒന്നാകുന്നു. പക്ഷേ ഫ്രൈഡേ ഫൈറ്റ് നൈറ്റ് നടക്കുന്ന ആ സ്ഥലം അവർക്ക് നഷ്ടപ്പെടുന്നു. ഇതിനുശേഷം കുട്ടിയായ റോസമ്മയെ വാൾട്ടർ പരിചയപ്പെടുന്നു. വാൾട്ടറിന്റെ സാന്നിധ്യത്തിൽ അച്ഛനായ റോസമ്മയും വെട്രിയും തമ്മിൽ കൂടുതൽ അടുക്കുകയാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് റെസ്ലിംഗ് കമ്പനിയും പൊട്ടി എല്ലാവരും കൂടി അങ്ങനെ അടുത്ത് എന്ത് എന്ന് പറഞ്ഞ് ആലോചിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തോമസ് എല്ലാവരെയും കൂടി ഒരു അടഞ്ഞു കിടക്കുന്ന തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നു. തിയേറ്ററിന്റെ ഉൾവശത്ത് എത്തുമ്പോഴോ ആ അടഞ്ഞു കിടന്ന തിയേറ്ററിനുള്ളിൽ വാൾട്ടറുണ്ട്. ആ തിയേറ്റർ മൊത്തം റെസ്ലിംഗ് നടത്താൻ പറ്റുന്ന രീതിയിൽ സജ്ജീകരിച്ചിരിക്കുകയാണ് വാൾട്ടർ. അതായത് റെസ്ലിംഗ് വീണ്ടും പുനരാരംഭിക്കുന്നു. ഇവിടെ സിനിമ അവസാനിക്കുന്നു.